നമസ്കാരം, ഞാൻ ഡോക്ടർ ശരത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്പേം കൗണ്ട് കൂടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കഴിക്കാൻ പറ്റിയ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമുക്കറിയാം സ്പേം കൗണ്ട് സ്പേമിന്റെ മോട്ടിലിറ്റിയും അതിന്റെ വൈറ്റാലിറ്റിയും അതുപോലെ തന്നെ അതിന്റെ മോർഫോളജി ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു ഫെർട്ടിലിറ്റി അതിന്റെ കറക്റ്റ് രീതിയിൽ വരുന്നത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി വളരെ കൂടുതലായിട്ട് ഈ ഒരു കാലത്ത് കൂടി വരുന്നുണ്ട്. വന്ധ്യത എന്നുള്ളത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വളരെയായിട്ട് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പ്രഥമദൃഷ്ട്യാ നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്പേം കൗണ്ടിന്റെ അല്ലെങ്കിൽ സ്പേം മോട്ടിലിറ്റിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാക്സിമം ഈ ഒരു പ്രശ്നം സ്പേം കൗണ്ടൊക്കെ കൂട്ടാൻ പറ്റും. കാരണം ഈ സ്പേം കൗണ്ട് കൂടണമെങ്കിൽ നമുക്ക് കുറച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ആവശ്യമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഫോളേറ്റ്, വൈറ്റമിൻ B12, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഇവയെല്ലാം ആവശ്യമുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആവശ്യമുള്ളതാണ്. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു മാക്സിമം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു മെയിൻ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒരു ഹെൽത്തി സ്പേമിന്റെ വോളിയം നമുക്ക് കിട്ടിയാൽ മാത്രമേ ഒരു ഹെൽത്തി ബേബീസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് അങ്ങനെ അത് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 1 ml എത്രമാത്രം സ്പേം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കൗണ്ട് കൊണ്ട് അവർ സൂചിപ്പിക്കുന്നത്. അതുപോലെ എത്ര ഒരു ഫീമെയിൽ ഓർഗനിലൂടെ എത്രമാത്രം സ്പീഡിൽ എത്ര ദൂരത്തേക്ക് ആ ഒരു സ്പേമിന് ട്രാവൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു മോട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്പേമിന് എത്ര കാലം, എത്ര നാൾ അല്ലെങ്കിൽ എത്ര സമയം ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വൈറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതിന്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ ഇതിന് സൈസ് ആൻഡ് ഷേപ്പ് ഉണ്ട്. ഈ ഒരു സ്പേമിന് ഇപ്പോ ഇതിന്റെ ഒരു മോർഫോളജി സൂചിപ്പിക്കുക അതിന്റെ ഒരു ഇതെല്ലാം ഒത്തുവരണം. അതായത് ഹെഡ്, ടെയില്, നെക്ക് ഇതെല്ലാം ഒത്തുവരുന്ന ഒരു ഷേപ്പാണ് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഫുഡ് അതെല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് ഇത് ബെറ്റർ ആക്കാൻ സാധിക്കുക. അപ്പൊ ഏതൊക്കെയാണ് കഴിക്കാൻ നോക്കുന്നത് വെച്ചാൽ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് കഴിക്കണം. നമുക്കറിയാം ഫ്രൂട്ട്സിൽ ഓറഞ്ച്, കിവി, പേരയ്ക്ക, നമ്മുടെ നാടൻ പേരയ്ക്ക, ഓക്കെ, അത് നെല്ലിക്ക, ഈ പറഞ്ഞ ഏതൊരു ഫ്രൂട്ടിനേക്കാളും വൈറ്റമിൻ സി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓറഞ്ച് കഴിക്കാം, പേരയ്ക്ക കഴിക്കാം, നെല്ലിക്ക കഴിക്കാം, പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്, പപ്പായ കഴിക്കാം, ടൊമാറ്റോ കഴിക്കാം, പൊമോഗ്രാനൈറ്റ് ഫ്രൂട്ടിൽ ഏറ്റവും നല്ലതാണ്. പൊമോഗ്രാനൈറ്റ് പഴം, നേന്ത്രപ്പഴം, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്ക് ഫ്രൂട്ട്സിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറയുന്നത് പറ്റുന്നതല്ല. അടുത്തത് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വാൾനട്ട് പ്രധാനമായിട്ട് കഴിക്കാം. എല്ലാവർക്കും അറിയാം സ്പേം കൗണ്ട് കൂടാൻ വളരെ വളരെ ബെനിഫിറ്റ് ആണ്, ഹെൽത്തിയുമാണ്, ഗുണപ്രദമാണ്. ഓക്കെ, ആൽമണ്ട്, ബദാം കുതിർത്തിട്ട് തൊലി കളഞ്ഞ് കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഹെസൽനട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം, ഓക്കെ, സ്പേം കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് അത്രയും ബെറ്റർ ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിൽ നമുക്ക് പച്ചിലക്കറികളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിൽ ചുവന്ന ചീരയും മുരിങ്ങയിലയും ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനു വേണ്ടി കഴിക്കേണ്ടത്. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കൂടുതൽ അടങ്ങിയ ഫുഡും നമുക്ക് കഴിക്കാം. മുട്ട കഴിക്കാം, നെയ്യ് കൂടുതലുള്ള മത്സ്യങ്ങൾ കഴിക്കാം, ഇതിന് ബെറ്റർ ആണ്. ബീഫിന്റെ ഒക്കെ ലിവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് മീൻകുളിക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മിൽക്ക് തിളപ്പിച്ച് നന്നായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. സ്പേം കൗണ്ട് മാത്രമല്ല മോട്ടിലിറ്റി, സ്പേം നമ്മൾ നോക്കുക ആളുടെ എന്താണ് ഹെൽത്തി, അയാളുടെ ആ സ്പേമിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ബാക്കി നോക്കുക. ഇനി പൾസുകൾ നോക്കുകയാണെങ്കിൽ ഉലുവ വളരെ ബെസ്റ്റ് ആണ്, ഏറ്റവും നല്ലതാണ്. വേൾഡ് വൈഡ് ഈ
ഉലുവയുടെ ഉപയോഗം ഒരു സ്പെം കൗണ്ടിന് വളരെയധികം പ്രചാരത്തിലുണ്ട്. ഉലുവ കുതിർത്ത് വെച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഉലുവാക്കഞ്ഞി കുടിക്കാനൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, ഇവയെല്ലാം തന്നെ സ്പെം കൗണ്ട് കൂട്ടാൻ നല്ലതാണ്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ അതും കഞ്ഞിയാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഇനി പച്ചക്കറികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ, അതുപോലെ തന്നെ ക്യാരറ്റ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, ഇവയെല്ലാം തന്നെ ഇവ രണ്ടും വളരെ നല്ലതാണെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് മുരിങ്ങയ്ക്കയും സ്പെം കൗണ്ട് കൂട്ടുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് കല്യാണ സദ്യക്കൊക്കെ മുരിങ്ങയ്ക്ക കിട്ടിയാൽ നമുക്ക് കളിയാക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. ഓക്കെ, ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെമിന്റെ വോളിയം കീപ്പ് ചെയ്യാൻ വേണ്ടി വളരെയധികം നല്ലതാണ്. ചെറിയൊരു പീസ് എല്ലാ ദിവസവും കഴിക്കുന്നതും നല്ലതാണ്. മിൽക്ക് പൗഡറും ഷുഗറും ആഡ് ചെയ്യാത്ത പ്യുവറസ്റ്റ് ഫോം ആയിട്ട് കൊക്കോനട്ട് മാത്രം അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ മേടിക്കേണ്ടത്. അതാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ പംകിൻ സീഡ്, നമ്മുടെ മത്തങ്ങയുടെ കുരു, ഈ ഒരു സ്പെം കൗണ്ട് കൂടാൻ സഹായിക്കുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു ഇതിലേക്കുള്ള പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ മറ്റ് പലതരം റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പ്രശ്നം കാരണം സ്പെം കൗണ്ട് കുറയുന്നവർക്കൊക്കെ ഈ ഒരു മത്തങ്ങയുടെ കുരു റോസ്റ്റ് ചെയ്തോ അല്ലാതെയോ ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. സ്ട്രോബെറിയും ബ്ലൂബെറിയും അതും വളരെ നല്ലതാണ്. ഈ ഒരു ബെറീസിൽ ബെറീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ബെറീസിൽ വളരെ നല്ലതാണ് സ്ട്രോബെറിയും ബ്ലൂബെറിയും. ഞാൻ ഈ നേരത്തെ മുകളിൽ പറഞ്ഞ വൈറ്റമിൻസ് ഒക്കെ തന്നെ ഇതിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ആയുർവേദത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ നമ്മൾ ഈ ഒരു സ്പെം കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതില് വളരെ പ്രധാനമായിട്ടും വളരെ പോപ്പുലർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം, നായ്ക്കുരം എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുക. അതിന്റെ പൊടി ഞെരിഞ്ഞിലും വളരെ ഗുണപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമുക്കിത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഇതെടുത്ത് അങ്ങനെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല. അതിനാദ്യമേ ചെയ്യേണ്ടത് എത്രമാത്രം കുറവുണ്ടെന്ന് നോക്കുക, മോട്ടിലിറ്റി എത്രത്തോളം കുറവാണ്, സ്ട്രക്ചർ ഉണ്ടോ, മോർഫോളജി, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇതിന്റെ ഒരു ഡോസ് ആൻഡ് പ്രപ്പോർഷൻസ് നമ്മൾ തീരുമാനിക്കുന്നത്. അതൊരു ഡോക്ടർ തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മൾ ഫുഡ് ആൻഡ് വൈറ്റമിൻസ് കുറവ് മൂലമോ നമുക്ക് കാരണം അറിയാത്ത എന്തോ ഒരു കാരണം മൂലമോ ഒക്കെ സ്പെം കൗണ്ട് മോട്ടിലിറ്റി കുറയുന്നത് അല്ലെങ്കിൽ ചെറിയൊരു കുറവ് വരുന്നതുമാണ്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. വെരിക്കോസിൽ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം സ്പെം കൗണ്ട് കുറയുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ പരിഹരിക്കുകയും, കൂടാതെ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ഈ ഒരു ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വളരെ വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനേക്കാൾ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടതും ബുദ്ധിമുട്ടേറിയതുമാണ്. കാരണം ഒരു 3 month പീരീഡ് ഒക്കെ വേണം ശരിക്കും ഒരു സ്പെം കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഫ്ലോ ചെയ്ത് അത് മെച്ചുറായി വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു 3 month എടുക്കും നമുക്ക്. പിന്നെ അപ്പോൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഇതിനൊരു ഈ ഒരു 3 മാസത്തിനുള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള സ്പെംസ് വരികയുള്ളൂ. ചിലർക്ക് അത്ര സമയം കൊണ്ടൊന്നും ആവില്ല, വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ള അതിന്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, അതാണ് അതിനകത്ത് ഏറ്റവും സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്പെം കൗണ്ട് മോട്ടിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു വൈറ്റാലിറ്റി കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ കഴിക്കേണ്ട ഫുഡ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം എന്തെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടുക. നല്ല ഇൻഫർമേഷൻസ് കിട്ടും.